ദിവസം കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊട്ട പപ്സിനേക്കാളും കൂടുതൽ താറ് റോട്ടിലുണ്ട്. ഈ സകല കണ്ണും നമ്മുടെ മേലിലാണ്. സകല ആളുകൾ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ കുനിഞ്ഞിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുന്നതാണ്. അവിടെ നിന്ന് റൂബിക്കോണുമായിട്ട് നിന്ന് രണ്ടമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക കോപ്പം കൊണ്ട് വന്നിരിക്കുന്ന രീതിയിൽ. കാര്യം ഇതിന് നോർത്ത് ഇന്ത്യയിൽ ഒരു പേരും വീണിട്ടുണ്ട്, അതും കൂടെ ഒന്ന് റീലിനകത്ത് കിട്ടും കേട്ടോ. ചാപ്രികാടി തന്നെ നോർത്ത് ഇന്ത്യ പറയപ്പെടുന്നത്. റിവേഴ്സ് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ അയ്യോ തോൽവി എന്ന് പറഞ്ഞ വെറും 700 രൂപയുടെ സാധനമാണിത്. മണമുള്ള മുടിയിൽ ചൂടിയ പോലെ. ഈ മാരുതിയിലെ വണ്ടികളെ, മാരുതിയല്ല സുസുക്കിയാണ്, എന്നാലും പപ്പട വണ്ടി എന്ന് പറയുന്നവരോടൊക്കെ പറയാം. ഇതുകൊണ്ടോ നല്ല സുഖമായിട്ട് ഇതിന്റെ വേള കയറി നിൽക്കാം. ഇപ്പൊ താർ റോക്സിന്റെ കാലമൊക്കെ കഴിഞ്ഞു വരികയാണ് അല്ലേ. പക്ഷേ നമ്മുടെ മാരുതി സുസുക്കി ജിംനിയുടെ കാലം കഴിഞ്ഞിട്ടില്ല. അതിന് കാരണങ്ങൾ പലതാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇന്നിവിടെ ഗസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് ഒരു ഫേമസ് ആൾ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം ക്യാം സെറ്ററായിട്ടും അല്ലെങ്കിൽ താടിക്കാരനായിട്ടും ഒക്കെ അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോസ് നിങ്ങളെല്ലാം കണ്ടു കാണും. അങ്ങനെ സ്പെഷ്യൽ വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. മാത്രമല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത് നമ്മുടെ മാരുതി സുസുക്കി ജിംനി വണ്ടിയാണ്. ഏറെ ബഹുമാനത്തോടെ അദ്ദേഹത്തിനെ നമ്മുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം. വണക്കം. വെൽക്കം ടു ബിസിനസ് ചാൻസ് ഓഫ് വ്ളോഗ്. താടിക്കാരനായിട്ടും ക്യാം സെറ്ററായിട്ടും ഒട്ടുമിക്കവർക്കും അറിയാം. എന്താണ് ശരിക്കും പേര്? എൻ്റെ ശരിക്കുള്ള അക്കാഡമിക് നെയിം എന്ന് പറഞ്ഞത് ടിജോ തോമസ്. ടിജോ തോമസ്. അത് പുറകെ വിളിച്ചാൽ പോലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പ്രോസസ്സ് ചെയ്ത് വരത്തുള്ളൂ. അത് ഞാനാണല്ലോ അതുപോലെ കാലഹരണപ്പെട്ടു പോയി. അത് വലിയ അധികം യൂസ് ചെയ്യുന്നില്ല. ഞാൻ എവിടെയോ എന്തോ മാർക്ക് ആന്റണി എന്നോ അങ്ങനെ എന്തോ പള്ളിയിലെ പേരാണ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ റിയൽ നെയിമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ താറിന്റെ കത്തിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പല ആൾക്കാരും നമ്മുടെ ജിംനിയുടെ പുതിയ വണ്ടികൾ എടുക്കുന്നതാണെങ്കിൽ കണ്ടുകൊണ്ടേയിരിക്കുക റീൽസ് ആയിട്ടൊക്കെ. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ജിംനി എടുക്കാനുള്ളത്? എവിടെ നിന്നാണ് എടുക്കുന്നത്? സത്യം പറഞ്ഞത് ഞാനെടുത്ത വണ്ടിയില്ല, എൻ്റെ ഭാര്യ എനിക്ക് എടുത്ത് ഗിഫ്റ്റ് തന്നത്. പക്ഷേ എൻ്റെ ക്രൈസ് കണ്ടിട്ടാണ് ഗിഫ്റ്റായിട്ട് തന്നത്. എനിക്ക് ജിംനിയോട് അത്രയും താല്പര്യമാണ്. കാര്യം ഒന്ന്, ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ജിംനിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. ലോകം മുഴുവൻ പോവുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഏതാണ്ട് 2024-25 മാത്രമേ 76 ലക്ഷം അങ്ങനെ കണ്ട് ജിംനിയാണ് വെളിയിലോട്ട് കയറ്റി അയച്ചേക്കുന്നത് ഇന്ത്യയിൽ നിന്ന്. അത്രയും പ്രൊഡക്ഷൻ ഉള്ളതാണ്. ഇന്ത്യയിൽ വലിയ കുറേ ആളുകൾ നെഗറ്റീവ് പറയുന്നതെന്നുള്ളത് ഇത് വേൾഡിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരറിയാം എത്ര ജീവാങ്ങളുള്ള അറബിയുടെ വീട്ടിൽ ചെന്ന് നോക്കിയോ ഗ്യാരേജിൽ ഒരെണ്ണമെങ്കിലും കാണും. ഓക്കെ, ഓൾറൈറ്റ്. എവിടെ നിന്നാണ് ഈ വണ്ടി എടുക്കുന്നത്? ഇത് മൂവാറ്റുപുഴ നെക്സ. കോട്ടയംകാരനാണ്. എന്തുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ പോകാനൊരു കാര്യം? അതായത് ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഒരു റിലീസ് വണ്ടി ഒരു ഡിസ്ട്രിക്റ്റിൽ ആദ്യത്തെ കിട്ടണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കോളാ കിട്ടും. പക്ഷേ നമ്മുടെ ജില്ലയിൽ നിന്നായിരിക്കത്തില്ല, എവിടുന്നേലുമൊക്കെ സംഭവം കിട്ടും. അതുകൊണ്ട് അങ്ങനെ ഇഗ്നിസ് എടുത്ത സമയത്ത് അവരുമായിട്ട് കണക്ട് ചെയ്ത് അവർ അടിപൊളിയായതുകൊണ്ട് അവരുടെ തന്നെ രണ്ടാമത് ഡീലിങ്സ് അടിപൊളിയായതുകൊണ്ട് അവരുടെ തന്നെ എടുത്തു. എത്ര നാളായി ഇപ്പം വണ്ടി എടുത്തിട്ട്? ഇത് കഴിഞ്ഞ October 23 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അന്നെടുത്തതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഓക്കെ, ഇപ്പം എത്ര കിലോമീറ്റർ ഓടി കാണും? 5000 കിലോമീറ്റർ കറക്റ്റ്. സെക്കൻഡ് സർവീസ് മിനിഞ്ഞാന്ന് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഞാനും ഒരു ജിംനിയിൽ യാത്ര ചെയ്ത ആളാണ്. മാത്രമല്ല നേരത്തെ നമ്മുടെ ജിംനിയുടെ യൂസർ റിവ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേവറേറ്റ് പിസയുടെ ഓണറായിട്ടുള്ള ഗിരീഷ് ചേട്ടൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതും കൂടെ കാണുക. ശരിക്കും ജിംനിയിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്താണ്? ഒന്ന്, നമ്മൾ റോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വിഫ്റ്റിനേക്കാളും കൂടുതൽ താറ് കാണുന്നുണ്ട്. എൻ്റെ ഒരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊട്ട പപ്സിനേക്കാളും കൂടുതൽ താറ് റോട്ടിലുണ്ട്. എല്ലാവരുടെയിലും താറ്. അപ്പം നമുക്ക് ഒരു യുണീക്നെസ്സും കിട്ടത്തില്ല. എവിടെ നോക്കിയാലും താറ് കിടക്കുക. അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് ജിംനി. പിന്നെ ജിംനിയുടെ കേപ്പബിലിറ്റി അറിയാം. മെയിനായിട്ട് ജിംനിക്കൊരു വില ഉണ്ടാക്കി കൊടുത്ത നമ്മുടെ ഡോക്ടർ ഫഹദ് ഉണ്ടല്ലോ, അങ്ങേര് വന്നതിന് ശേഷം ജിംനിയുടെ കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞ് താറിൻ്റെ മുന്നിൽ ഇവൻ്റെ ക്വാളിറ്റി പറഞ്ഞ് അങ്ങനെയാണ് അയാളാണ് ശരിക്കും ഇതിലൊരു വാല്യൂ കേരളത്തിലുണ്ടാക്കി. അതുവരെ പുച്ഛമായിരുന്നു. പക്ഷെ അറിയാവുന്നവർക്കിരിക്കുക. ശരിക്കും ഈ ജിംനിയും താറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ജിംനി കേപ്പബിൾ ബൈ ഇലക്ട്രോണിക്സ്, താർ കേപ്പബിൾ ബൈ ടോർക്ക്. ഈ രണ്ട്, അതായത് താറ് ടോർക്കിൽ കയറുന്നിടത്ത് ഇവൻ പയ്യെ ഇലക്ട്രോണിക്കിൽ ക്രൗൾ ചെയ്ത് കയറും. താറ് കയറുന്നത് എവിടെയും കയറും, ജിംനി കയറുന്നത് എവിടെ താറ് കയറും. പക്ഷേ ഇതിനെ നെഗറ്റീവ് ഒത്തിരി ആളുകൾ പറഞ്ഞ തുടക്കത്തിൽ വലിപ്പക്കുറവുകൊണ്ടാണ് നെഗറ്റീവ് പറഞ്ഞത്. പക്ഷേ
താറ് അവിടെ കയറുന്നത് അവിടെയൊക്കെ ഇവനും കയറും. നമുക്കറിയാം ജിംനിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. എല്ലാവരും ഈ നെഗറ്റീവിന്റെ കേസ് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വണ്ടി സ്പീഡിൽ പോകാൻ ഭയങ്കര മടുപ്പാണ്, വണ്ടി വലിഞ്ഞ് കയറത്തില്ല, നമുക്കൊരു പെപ്പി എഞ്ചിനായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ഹൈവേയുടെ കേസിലൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചിലവർ പറയുന്നു സിറ്റിയിൽ പാർക്ക് ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നിയിട്ടുണ്ട്? ഇത് 165 കയറിയ വണ്ടിയാണ്. പിന്നെ അതിൽ പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ക്വിക്ക് കാല് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു നമ്മൾ ഓട്ടോയ്ക്ക് ചെയ്യേണ്ടതിന് കാല് കൊടുക്കുമ്പോഴത്തേക്ക് എഞ്ചിനൊന്ന് ഹൈ RPM റൈസ് ആകും. എന്നുവെച്ചാൽ പുറകോട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചേച്ച് റോക്കറ്റ് വിട്ട പോലെ ഒരു പോക്കുണ്ട്. പക്ഷേ ഇത് നമ്മൾ യൂസ് ആയി കഴിയുമ്പം കുഴപ്പമില്ല. പുതിയൊരാൾക്ക് ഇത് പ്രശ്നമാണ്. ഇത് ഈ പുറകോട്ടിൽ നിന്ന് മറ്റേ പുലി പതുങ്ങിട്ട് ചാടുന്ന പോലെ ഒരൊറ്റ സെക്കൻഡേ ഉള്ളൂ പുറകോട്ട്. എൻ്റെ ഇഗ്നിസിനൊക്കെയാണ് 3 സെക്കൻഡ് പുറകോട്ട് പിടിച്ചിട്ടാണ് പോകുന്നത്. ഇത് ഒറ്റ സെക്കൻഡ് പുറകോട്ടിരിക്കും, ഒറ്റ പോക്കും. അത് ഈ RPM ഹൈ സൗണ്ട് വരും, എഞ്ചിൻ ഹുഡിൻ്റെ സൗണ്ട് ഇങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് വരുന്നത്. ശരി, എനിക്കറിയാം നേരത്തെ ഉപയോഗിച്ചത് ഇഗ്നിസ് ആണ്, അതും മാരുതിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. മാരുതി പറയില്ലേ, ഇതാണ് സുസുക്കി. ഇതിന് മാരുതിയായിട്ട് ഒരു ബന്ധമില്ല, മാരുതി വിൽക്കുന്നതേ ഉള്ളൂ. കറക്റ്റ്. അപ്പോ ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആയിരുന്നു. അതെ, ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് അറിയാം, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ എനിക്ക് ആൽഫ ഓട്ടോമാറ്റിക് ആണ് വരിക. അപ്പം ഇതിനകത്ത് ഒരു 4x4 ലിവർ കാര്യങ്ങളുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരിക. എവിടെയെങ്കിലും ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാൻ കിഴക്കിന്ന് മറ്റേ ഇത് ഉറുമ്പിക്കര കയറിയായിരുന്നു. ഉറുമ്പിക്കരയ്ക്ക് 2 ട്രാക്കാണ് ഉള്ളത്. പടിഞ്ഞാറുന്ന് കയറുന്ന ഹൈ ട്രാക്കും കിഴക്കിന്ന് കയറുന്ന മൈൽഡുമാണ്. കിഴക്കിന്ന് കയറിയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. അടിയിൽ തട്ടിയിട്ടേ ഇല്ല, 100% തട്ടാതെ കയറ്റി. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ വേറൊരു അഡ്വാൻറ്റേജും കൂടെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് സംഭവങ്ങൾ. അപ്പോൾ ഈ ഈവൻ താറ് കയറാത്ത പല സ്ഥലത്തും നമുക്ക് ഈ വണ്ടിയായിട്ട് കയറാനുള്ള കോൺഫിഡൻസ് ഇതിൻ്റെ ഉള്ളിലിരിക്കും തോന്നാറില്ലേ? അത് തോന്നും. കാര്യം ഒന്ന് ഇലക്ട്രോണിക് അസിസ്റ്റൻസ് ആണ്. ശരിക്കും നമ്മൾ ഈ താറ് ചാടിച്ച് കയറ്റുന്നിടത്ത് ഇവൻ പയ്യെ അവിടെ നിന്നേച്ച് ക്രൗൾ ചെയ്ത് പയ്യെ ഇലക്ട്രോണിക്സിന്റെ കപ്പാസിറ്റി കൊണ്ട് പയ്യെ കയറി പോകുന്നത്. ആ ഒരു ഗുണമുണ്ട്. ഈവൻ നമുക്കറിയാം വെള്ളത്തിലൂടെ ഇതിന്റെ ടയർ ഗ്രിപ്പ് ചെയ്ത് പോകുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് സാൻഡ് മഡ് എന്തൊരു സർഫസ്. ഇമ്പോർട്ടന്റ് പറയേണ്ടത് സ്നോ ആണ്. നമ്മൾ മണാലി ചെന്ന് കഴിഞ്ഞാൽ ജിംനി ഇങ്ങനെ മഴ പെയ്ത പോലെ കിടക്കും, അവിടെ മുഴുവൻ ജിംനിയാണ്. സ്നോയിൽ ജിംനിയുടെ അത്രയും കേപ്പബിൾ ആയിട്ട് നിലവിൽ ഒരു വണ്ടി ഇല്ല. അതായത് എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡിൽ തന്നെ എനിക്കിത് ഡൗട്ടാണ് കേട്ടോ. കാര്യം നമ്മളിപ്പം മണാലി ചെന്ന് കഴിയുമ്പോൾ അത്രയ്ക്കും ജിംനി അവിടെ കിടന്ന് കളിക്കും. അവിടെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഈ വണ്ടി കൊണ്ടുപോയിട്ടില്ല. അവിടെ ചെന്നപ്പോൾ വേറെ ജിംനിയിലാണ് ട്രാവൽ ചെയ്തത്. ഓക്കെ. ഇപ്പം താറിന്റെ ഒരു ഫ്രണ്ടിന്റെ താർ എടുത്തുകൊണ്ട് പോയ ഒരു സാഹചര്യം എന്നോട് പറഞ്ഞു. പെട്ടെന്ന് വണ്ടി ഏൽപ്പിച്ചിട്ട് നീ യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? അങ്ങനെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? സംഭവം അത് സംഗതി എന്നാന്ന് വെച്ചാൽ നമ്മുടെ താറ് റിലീസ് ചെയ്യുന്നത് ഒരു വിത്തിൻ ഫ്യൂ ഡേയ്സ്. എൻ്റെ ഒരു ഫ്രണ്ട് പത്തനംതിട്ടയിലെ ആദ്യത്തെ വണ്ടിയാണ്, മില്ലിയാർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറാണ്. ഇവൻ ഈ വണ്ടി എൻ്റെ തന്നിട്ട് ഇവൻ അങ്ങ് പോയി. അപ്പം കുറച്ച് നാൾ ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വണ്ടി കിട്ടിയതിൻ്റെ നെക്സ്റ്റ് ഡേ ഇതെടുത്തേച്ച് നേരെ ട്രിവാൻഡ്രം പോവുക. ട്രിവാൻഡ്രം പോകുമ്പോഴത്തേക്ക് ഈ സകല കണ്ണും നമ്മുടെ മേളിലാണ്. സകല ആളുകൾ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ കുനിഞ്ഞിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുന്നതാണ്. അതുപോലെ ഞാൻ ആ വഴിയോരക്കടയിൽ കൊണ്ട് ഈ വണ്ടി ചവിട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് റൂബിക്കോണുമായിട്ട് നിന്ന് രണ്ടമ്മ ഇങ്ങനെ കരിച്ച് നോക്കി നിൽക്കുക, കോപ്പം കൊണ്ട് വന്നിരിക്കുക എന്നുള്ള രീതിയിൽ. കാര്യം റൂബിക്കോണിൻ്റെ റെപ്ലിക്കാണല്ലോ ഇത് സാധനം വരുന്നത്. അതുപോലെ ഒരു സംഭവമായിരുന്നു താറ് ഇറങ്ങിയ സമയത്ത്. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പം റോഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ സ്വിഫ്റ്റിനേക്കാളും കൂടുതലുള്ളതും താറാ. അന്നത്തെ അഡ്വാൻറ്റേജ് മുഴുവൻ ഇന്ന് ഡിസഡ്വാൻറ്റേജ് ആയി മാറിപ്പോയി. ഇതിന് നോർത്ത് ഇന്ത്യയിൽ ഒരു പേരും വീണിട്ടുണ്ട്, അതും കൂടെ ഒന്ന് റീലിനകത്ത് കിട്ടും കേട്ടോ. ചാപ്രികാടി തന്നെ നോർത്ത് ഇന്ത്യ പറയപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് പണ്ട് 200 NS എന്ന് പറയുന്നൊരു ബൈക്ക് ഉണ്ടായിരുന്നു. അതായത് മൈലേജ്, സ്പെക്ക്, പവർ, ഹാൻഡിലിങ് എല്ലാ മേഖലയിലും അന്ന് ഇന്ത്യയിൽ അതിനെ കവച്ച് വെക്കാൻ, ഇൻക്ലൂഡ് പ്രൈസ്, ഇന്ത്യയിൽ അതിനെ കവച്ച് വെക്കാൻ ഒരു വണ്ടി ഈവൻ KTM പോലും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ സ്പെക്കും നോക്കുമ്പോഴത്തേക്ക്. പക്ഷെ ആ വണ്ടിക്ക് ഒരു പേര് വീണു. കാര്യം ചവർ പോലെ ഇറങ്ങിയോണ്ടാണ് ആ പേര് വീണത്. അത് തന്നെയാണ് ഇപ്പൊ താറിന് സംഭവിച്ചിരിക്കുന്നത്. ജിംനിയെ സംബന്ധിച്ച് പോസിറ്റീവ്സ് പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളാണ്. എൻ്റെ സൈഡിൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തു. റിയൽ ഓഫ് റോഡറാണ്, ഗ്ലോബലി അപ്രൂവ് ചെയ്തൊരു സംഗതിയാണ്. സിറ്റി കൂടെ ഓടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. സിറ്റി വണ്ടി പാർക്ക് ചെയ്യാൻ എളുപ്പമാണ്, വളയ്ക്കാൻ പാടാണ്, ശരിയാണ്. പക്ഷേ പറഞ്ഞ പോലെ നമുക്ക് പാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉള്ളൊരു വണ്ടിയും കൂടെയാണ്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നമുക്ക് അല്പം നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പം നമുക്ക് അതിനകത്ത് ഈ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ എല്ലാവരും പൊതുവേ പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ചെറുതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒന്ന് പറയാമോ? എനിക്കിതിനകത്ത് വലിപ്പമില്ലാടിയുടെ ഒരേ ഒരു പ്രശ്നം തോന്നിയിരിക്കുന്നത് ഈ ബി പില്ലറിൽ എൻ്റെ തോള് തട്ടും.
ആ ഓക്കെ. ഓടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് റൈറ്റൊക്കെ ഇങ്ങനെ കൈ ഹാൻഡ് തിരിക്കുമ്പോഴത്തേക്ക് ഇവത്തെ തട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ കുറെ യൂസ് ആയി കഴിയുമ്പോൾ അതങ്ങ് മാറും, ഇത് പ്രശ്നമില്ലാതാകും. പിന്നെ ഉള്ളത് സ്റ്റോറേജ് എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്തില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് ആക്സസറീസ് എല്ലാം വെച്ച് എല്ലാം കുറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ 2 ബോട്ടിലൊക്കെ വെക്കാം അങ്ങനെ മൊത്തം. ഇത് ഈ ബാഗ് അതിനകത്ത്, പിന്നെ ഗ്ലൗ ബോക്സ് കാഴ്ച ചെറുതാണെങ്കിലും നല്ല അളവ് അതിനകത്ത് കൊള്ളും. അങ്ങനെ സ്റ്റോറേജ് പിന്നെ ബാക്കിലും എല്ലാം ഞാൻ ഒത്തിരി ആക്സസറീസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പോൾ നമുക്കറിയാം ചിലവരുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിംനിയിൽ അത്യാവശ്യം പൊക്കമുള്ള ആൾക്കാരുടെ വരുമ്പോൾ ഈ ഒരു സൈഡിൽ ഷാർപ്പാണ് മുട്ടിടിക്കുന്ന ഒരു സെൻട്രൽ കൺസോളിൽ തട്ടുന്ന പോലെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഹാൻഡിൽ ചെറുതായിട്ട് കാല് തട്ടുന്നു എന്ന് പറയുന്നു. പിന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആൾക്കാർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സംഗതിയാണ് നമ്മുടെ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, ഇതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ എക്സലന്റ് ആണെങ്കിൽ പോലും താറിനെ പോലെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. പക്ഷെ ഇതിന്റെ റിവേഴ്സ് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ അയ്യോ തോൽവി എന്ന് പറഞ്ഞ എന്റെ പൊന്നെ, ഇത് നമ്മളെ ഇട്ട് കാണിക്കുന്നത് ഇത് കണ്ടോ, ഇത് പഴയ ഒരു ഈ പണ്ട് ചൈന ഫോൺ എന്ന് പറഞ്ഞ കമ്പനി പോലും ഇല്ലാത്ത ഫോൺ വരും, അതിന് പോലും ഇതിനും നല്ല ക്യാമറ വരുന്നത്. വളരെ മോശം ക്യാമറ. ഇത്രയും വില കൊടുത്ത് മേടിച്ച വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ജിംനി ആദ്യമേ ഇറക്കിയപ്പോൾ ഭയങ്കര 18 ലക്ഷം രൂപയൊക്കെ ആയിരുന്നു വണ്ടിയുടെ വില. അത് കഴിഞ്ഞ ശേഷം പെട്ടെന്നാണ് കമ്പനി അനൗൺസ് ചെയ്യുന്നത് 3 ലക്ഷം രൂപ ഒക്കെ കുറച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ അറിഞ്ഞായിരുന്നു. ഞാനൊക്കെ ആ ആദ്യത്തെ വിലക്കാണ് വാങ്ങിച്ചേക്കുന്നത് 17 ലക്ഷം രൂപ. പിന്നെ ആക്സസറീസ് മൊത്തം കൂടെ ഞാൻ 1 ലക്ഷം രൂപയുടെ ചെയ്തിട്ടുണ്ട്. മൊത്തം 18 ലക്ഷം രൂപയുടെ മുതലായത്. ഓൺ റോഡ് അപ്പോൾ കറക്റ്റ് 18 lakhs ആയിട്ടുണ്ടല്ലേ? ഓൾ റൈറ്റ്, ശരി. അപ്പോൾ ഇത്രയും വിലയ്ക്ക് നമ്മൾ മേടിച്ചു വെക്കുമ്പോൾ ഈ റിവേഴ്സ് ക്യാമറയിൽ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത് ശരിയാണോ? ഇപ്പോൾ ഒരു വയറും കട്ടിങ്ങും ഒന്നും വേണ്ട, ഒരു അഡാപ്റ്റർ കിട്ടും, അത് വാങ്ങിച്ച് പ്ലഗ് ചെയ്യുക, 2 കണക്ഷൻ കൊടുത്താൽ ഡാഷ് ക്യാം വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് ഇന്റീരിയറിന്റെ പ്ലാസ്റ്റിക്സ് കാര്യങ്ങൾ, സീറ്റ്സ് ഒക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ട്? ജിപ്സി ലെഗസി മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് അതിനോട് ഇഷ്ടമാണ് തോന്നുന്നത്. പക്ഷെ ചില ആളുകൾ കയറുമ്പോൾ ഇതിങ്ങനെ പഴയ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് എന്ന് പറയുന്നുണ്ട് കയറുന്ന ആളുകൾ. പക്ഷെ എനിക്ക് ഈ ജിപ്സി മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കൊണ്ടും അതിനോടുള്ള ക്രൈസും കാരണം എനിക്കത് ഇഷ്ടമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എല്ലാവർക്കും അത് അങ്ങനെ ആണോ നിർബന്ധമില്ല. ഓൾറൈറ്റ്, ജിംനി ഒരു പക്ക ഫാമിലി കാറാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം പുറയിൽ ഇരിക്കാൻ 3 പേർക്ക് ഇരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഫാമിലി കാർ ആണോ ശരിക്കും ഈ വണ്ടി? ഇന്നത്തെ കാലത്ത് ഏത് വണ്ടിയിലാണ് പുറയിൽ 3 പേരിരിക്കുന്ന? പയ്യന്മാർ കൂടി ഒന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം പുറയിൽ ഇരുന്നാലല്ലേ. കറക്റ്റ്, അല്ലാതൊന്നും ആരും ഇരിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ ഒരിക്കൽ പോലും ഇതിനകത്തും പുറയിൽ 3 പേര് ഇരിക്കുന്നില്ല. വൈഫിന്റെ അമ്മയും കുഞ്ഞും കൂടി ഇരിക്കുന്നുണ്ട്. കുഞ്ഞായതുകൊണ്ട് ഒരു പ്രശ്നം ബാധിക്കുന്നില്ല. ഓക്കെ, നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ലഗേജ് സ്പേസ് ആണ്, അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ആണ്. 208 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിക്ക് ഉള്ളത്. എങ്ങനെ തോന്നിയിട്ടുണ്ട്? ആപ്റ്റ് ആണോ? അത് ആപ്റ്റാണ്. പിന്നെ അതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 208 കഴിച്ചിട്ട് അത് മേലോട്ട് പൊക്കാം. ആ സീറ്റ് ലെവൽ വരെ 208 പറഞ്ഞിട്ട്, സീറ്റ് ലെവലല്ല, പാഴ്സൽ ട്രേ വരെ 208 പറഞ്ഞേക്കാം. നമുക്ക് ഇതിന്റെ റൂഫ് വരെ അത് പൊക്കാം മേളിലോട്ട്. അതായത് നമ്മൾ ട്രോളിയാണ് എടുക്കുന്നതെങ്കിൽ താർ റോക്സിന്റെ ഉള്ളിൽ പോകുന്നതിന്റെ അത്രയും പോകത്തില്ല, ഏതാണ്ട് അതിന്റെ അടുത്ത് വരെയുള്ള കപ്പാസിറ്റിനകത്ത് അടുക്കാം മേള് വരെ. പക്ഷെ ബാക്കില് ഇത് കട്ടാവും, നമുക്ക് പുറകെ കാണാൻ പറ്റില്ല, വിഷൻ കട്ടാവും. പക്ഷെ അടുക്കാം, മേള് വരെ അടുക്കാം. ഞാൻ അടുക്കി പോയിട്ടുണ്ട്, ട്രോളി അടുക്കി മേള് വരെ കയറ്റാം. അപ്പൊ നല്ല സ്പേസ് കിട്ടും. ശരി, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിന്റെ AC കൂളിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ തോന്നുന്നു? അടിപൊളിയാണല്ലേ, സൂപ്പറാണ്. പിന്നെ ഈ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ചുമ്മാ ഓൺ ചെയ്ത് കൊടുത്താൽ പുറകെ ഇരിക്കുന്നവർക്ക് AC-യേക്കാളും അടിപൊളി സാധനം ഇത് പുറകെ കിട്ടും. വെറും 700 രൂപയുടെ സാധനമാണ് ഇത്. അടിപൊളി ഐറ്റം ആയത്. ഇത് പിന്നെ കൊച്ചടക്കി ഒരു പേനായിട്ട് കുത്തിയോണ്ട് ഒരു ചെറിയ ഒച്ച കേൾക്കുന്നു. സൂപ്പർ സൈലന്റ് ആയിരുന്നു. ഓടിക്കൊണ്ട് കൊച്ചൊരു പെണ്ണ് വെച്ചൊരു കുത്തു കൊടുത്തപ്പോൾ ഒരു ചെറിയ ഒച്ച ഉണ്ടെന്നേ ഉള്ളത്. അടിപൊളി ഐറ്റം ആയത്. നൈസ്. അപ്പം ഇതുപോലെ നമുക്ക് കുറെ സംഗതികൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാം. കുറച്ചൊന്ന് പൈസ മുടക്കണം. ഇപ്പം ഈ സാധാരണ നമ്മുടെ ഈ ഫോൺ ഹോൾഡർ എന്ന് പറയുന്നത് നമുക്കൊരു 300 രൂപ തൊട്ട് വാങ്ങിച്ചു വെക്കാം. ഈ സാധനത്തിന് 3900 രൂപ, സ്പെഷ്യലി ഫോർ ജിംനി. അപ്പം ജിംനിയുടെ ഏത് സാധനം തൊട്ടാലും നല്ല പ്രൈസാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന്. ഇതൊക്കെ ശരിക്കും ആഫ്റ്റർ മാർക്കറ്റ് ആണോ അതോ കമ്പനിക്കാർ? ആഫ്റ്റർ മാർക്കറ്റാണ്, കമ്പനി ഇതൊന്നും കിട്ടിയല്ല. ഓക്കെ, നമുക്കറിയാം ഒരു ജിംനി അല്ലെങ്കിൽ ഏതൊരു കാർ മേടിച്ചാലും നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കുറെ സാധനങ്ങൾ പ്ലാൻ ചെയ്യും. ഈ ജിംനിയിൽ നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ വെച്ചിട്ടുണ്ട്? ഞാൻ പ്ലാൻ ചെയ്തത് നേരെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്നു, നേരെ കൊണ്ട് തെങ്ങമ്പ്ലാക്കൽ ടയർ കടയിലോട്ട് കയറ്റുന്നു.
5 ടയറും അങ്ങ് മാറി. ബ്രിഡ്സ്റ്റോണിന്റെ ടയറാണോ കേട്ടോ? അതോ അല്ലല്ല, ഇത് കോണ്ടിനെന്റൽ ക്രോസ് കോണ്ടാക്റ്റാണ് കിടക്കുന്നത്. അത് ഓടാൻ വേണ്ടിയിട്ട് ബാക്കിൽ ലുക്കിന് വേണ്ടിയിട്ട് JK റേഞ്ചർ കയറ്റി. അടിപൊളി. JK റേഞ്ചർ കാണാൻ ലുക്കാണ്, പക്ഷെ പെർഫോമൻസ് വൈസും റണ്ണിങ്ങിലും സൈലൻസിലും എല്ലാം കോണ്ടിനെന്റൽ ക്രോസ് കോണ്ടാക്റ്റ് ആണ് നല്ലത്. അത് 4 എണ്ണം റണ്ണിങ് കയറ്റി. ഓക്കെ. പിന്നെ വേറെ അതിന് എത്ര എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു? 37 5 ടയർ. പക്ഷെ എനിക്ക് ഇതിന്റെ കിടന്ന ടയർ റിട്ടേൺ കൊടുത്തതുകൊണ്ട് 10 രൂപ കൊടുത്ത് 27 രൂപയ്ക്ക് കിട്ടി. വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് എക്സ്ട്രാ കയറ്റിയിരിക്കുന്നത്? ആക്സസറീസ് ഇല്ല, പിന്നെ ഈ വർക്കാണ് ചെയ്തത്. ടോട്ടൽ മറ്റേ ബോറോഫിൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പെയിന്റ് കറപ്ഷൻ, കുറച്ച് കളർ ഇച്ചിരി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ല, ആ വർക്ക് എല്ലാം കൂടെ ഈ ആക്സസറീസ് എല്ലാം കൂടെ കൃത്യം 1 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്. നമ്മള് ജിംനി ഉപയോഗിച്ച് ഇപ്പോ ഇത്ര മാസമായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് ശരിക്കും? ഇതിന്റെ സസ്പെൻഷൻ തന്നെ. സസ്പെൻഷനാണ് വീട്ടിലെ സസ്പെൻഷൻ അടിപൊളിയാണ്. അതായത് നമ്മൾ റോഡിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, അങ്ങ് ഓടിച്ചു വെച്ചാൽ ഈ മൈക്രോ ഹമ്പുകളുണ്ടല്ലോ, ഇങ്ങനെ കുറെ എണ്ണം നിരത്തി വെക്കും. അത് 60-ലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു ചെറിയൊരു സാധനം റോഡിലുണ്ടായിരുന്നുള്ളതല്ല അറിയാം. ഇനിയാണെങ്കിൽ നമ്മൾ മേലിലടിച്ച് തിരിച്ചു വരും. അതുപോലെയാണ്. സസ്പെൻഷൻ അടിപൊളിയാണ്. പക്ഷെ ഇതിനൊരു വലിയ ഡ്രോബാക്ക് ഉണ്ട്. എന്താണ്? ഈ സസ്പെൻഷൻ നമ്മൾ ഇത്ര സുഖത്തിൽ പോകുമ്പം വളമെടുക്കുമ്പോൾ നമ്മളത് എങ്ങനെ പോകും? ബോഡി റോള് അത് ഇതിന്റെ അപ്പുറമാണ്. താറ് മാത്രമല്ല, ഫോർച്യൂണർ, എൻഡവർ, ഇതെല്ലാം ബോഡി റോൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മറ്റേ മണമുള്ള മുടിയിൽ ചൂടിയ പോലെ നമ്മളിങ്ങനെ സൈഡിലേക്ക് പോകും. ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ആദ്യ സമയം ഞാൻ വണ്ടി എടുത്ത് മൂവാറ്റുപുഴയ്ക്ക് പോവുക. അപ്പൊ എനിക്ക് ഇതിന്റെ ഈ ബോഡി റോളിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. ഒരു വളവ് നോർമൽ വണ്ടികൾ വീശുന്ന പോലെ അങ്ങ് വീശി ഈ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ വീല് രണ്ടും കുറച്ചൊന്ന് ലിഫ്റ്റ് ആയപ്പോഴത്തേക്കും കട് ഇരുട്ട് കയറി പോയി 1 മൈക്രോ സെക്കൻഡ്. പെട്ടെന്ന് റൈറ്റിലോട്ട് വെട്ടി വീല് താഴെ വീണ്. ആ സമയത്ത് ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പണി വാളിയാണ്. അത് സെറ്റ് ആവണം നമുക്ക്. ഏത് റേഞ്ചിൽ വീല് പോകും എന്നുള്ളത് മനസ്സിലായാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും അടിപൊളിയാണ്, സൂപ്പർ. അതുകൊണ്ടൊരു വലിയ ഡ്രോബാക്ക് ഉണ്ട്. അതറിയാം, വെരി ലോങ് വീൽ ബേസ് ആണ് വരുന്നത്. അതായത് വണ്ടിയുടെ 2 അറ്റത്താണ് വീലുകൾ ഇരിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇത്ര സ്പേസ് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആർക്ക് ഒരു മൺതിട്ടേ കൂടെ കയറ്റി ഇറങ്ങണമെങ്കിൽ താർ ഈസി ആയിട്ട് കടന്നു പോകും. ഇതിന്റെ നടുവ് അവിടെ സ്റ്റക്ക് ആവും. അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ക്ലീന് നല്ലത് കിട്ടുമ്പം ഈ നടുക്കത്തെ സ്പേസ് ഇങ്ങനെ കിടക്കുന്ന ഒരു കുന്നാണെങ്കിൽ ഇവൻ പോയി ഉറയ്ക്കും. പക്ഷെ താർ ഉറക്കുകയല്ല, താറിന് ഇച്ചിരി ക്ലോസ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറയാനുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ? മറ്റേ ഇതിന്റെ മേളിൽ കൊണ്ട് ഉറുമ്പിക്കരെ കൊണ്ടുവന്നിട്ട് അത്രയും കല്ലും പ്രശ്നത്തിൽ എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് പോയിട്ട് അടി തട്ടിയിട്ടില്ല. ഒരു മൺകൂനെ കയറ്റി ഇറക്കിയപ്പോൾ നടുവ് ഉറച്ച്. പിന്നെ സ്റ്റിയറിംഗ് വെട്ടിച്ച് ഇലക്ട്രോണിക് അസിസ്റ്റൻസിനകത്ത് നിന്ന് ഊരിയെടുക്കുന്നത്. അതും കാറിന്റെ അകത്ത് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും. പറ്റും, ഈസിലി പറ്റും. നമുക്കറിയാം വണ്ടി ഫുൾ ഓപ്ഷൻ വരുമ്പോൾ വണ്ടി 4x4 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഈ ഒരു 2H 4H 4L ഒക്കെ മാക്സിമം യൂസ് ചെയ്ത് സെറ്റ് ആയോ? അത് ശരിക്കും മാക്സിമം തന്നെ ഉപയോഗിക്കണമെന്നുള്ള ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. അതായത് ഇതിപ്പോ നമുക്ക് ജസ്റ്റ് എല്ലിൽ ഇടാം. ഇതിപ്പം 4 വീലിനും പിടുത്തമുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മളത് ഇതിപ്പം ജസ്റ്റ് 2 വീൽ ഡ്രൈവിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇത് നോർമൽ 4 വീലിനും പിടുത്തമുള്ള ഒരിതിലാണ്. ഈ രീതിയിലാണ് മിക്കവരും മൈൽഡ് ഓഫ് റോഡിങ് ചെയ്യരുത്. വണ്ടിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ശരിക്കും ഒരു ചെല്ലലിട്ട് സാധനം 4Lലേക്ക് ആക്കിയതിനു ശേഷം മാത്രമേ ഓടിക്കാവുള്ളൂ. അതാണ് ആ വണ്ടിയുടെ സ്പെക്ക് എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇത് സിംഗിൾ ഒരു ബട്ടണിൽ തപ്പിയാൽ ട്രാക്ഷൻ കിട്ടത്തില്ല. ഈ 2 എണ്ണം കൂടെ ഒന്നിച്ച് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ട്രാക്ഷൻ ഓൺ ആവും. ഇങ്ങനെ കുറച്ച് കുറുക്ക് ബുദ്ധികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഷോറൂംകാർക്ക് പോലും അറിയാൻ മേലാത്ത ഇതാ ഓഫ് റോഡിങ് ടീമിന്റെ കൂടെ പോയപ്പോൾ അവരെ എനിക്കിതെല്ലാം പറഞ്ഞു തന്നത്. അപ്പം ഷോറൂമുകാരോട് ഒരു വിമർശനം പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജിംനി വണ്ടി കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് എടുത്ത ആളെ കസ്റ്റമറിന് ഈ സംഭവം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരാളെ നിങ്ങൾ നിയമിച്ച് വെക്കണം. എന്നാൽ മാത്രമുള്ള ജിംനി എന്താണെന്നും ജിംനിയുടെ ഇങ്ങനെയുള്ള ഗുണങ്ങൾ എന്താണെന്നും കസ്റ്റമറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടേ നിങ്ങൾ അവരെ വിടാവുള്ളൂ. ഈ ട്രാക്ഷൻ ഇല്ലാതെ നമ്മൾ 4x4 ഓടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ചെറിയ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ക്രോസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആ കോൺഫിഡൻസും കിട്ടത്തില്ല. അതിൽ വർക്ക് ആവത്തില്ല കാര്യങ്ങളൊന്നും. എല്ലാം വർക്കാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോളർ സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യണം. മൈലേജിനെ കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത്? എനിക്കിതിന് നോർമലി കിട്ടുന്ന മൈലേജ് ഒരു 14-14.5 അത്രയും കിട്ടുന്നുണ്ട്. മറ്റേ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത്
അതൊന്നും കാണിക്കത്തില്ല, 5-6 വന്ന് കിടക്കുന്നതാണ്. ഓഹോ. പിന്നെ ഈ ചില ഏരിയാസിൽ ഒത്തിരി വളവും തിരിയുള്ള വഴികൾ ചെല്ലുമ്പോഴത്തേക്ക് അത് വയ്യെ ഇറങ്ങി ഒരു 9.3 9.4 ആ റേഞ്ചിൽ വരും. ഓക്കെ. ഹൈവേ പോകുമ്പോൾ ഉള്ള ഫീൽ ശരിക്കും എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ജിംനി ആയിട്ട് പോകുമ്പോൾ? ഹൈവേ ഞാൻ 165 ടോപ്പ് സ്പീഡ് പോയിട്ടുണ്ട്. അത് കയറ്റായിരുന്നു, അത് തമിഴ്നാട്ടിൽ വെച്ചിട്ട് പോയിട്ടാണ്. ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ? ക്രൂസ് കൺട്രോൾ ഇതിന്റെ അത്ര ഒരു പെർഫെക്ഷനിലല്ല. ഓക്കെ ബട്ട് ആ ഒരു നമ്മുടെ മഹീന്ദ്രയുടെ പുതിയ വണ്ടികളുടെ പെർഫെക്ഷൻ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ. എല്ലാവരും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു സംഗതി, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ലോറി വളയ്ക്കുന്ന പോലെ വളയ്ക്കേണ്ടി വരുന്നു എന്ന് ആൾക്കാർ. അത് സത്യമല്ല, ലോറി വളയ്ക്കുന്നത് തന്നെ വളയ്ക്കണം. അത് ശരിക്കും വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, വണ്ടി ജമ്പൊക്കെ ചെയ്യിക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഓടിഞ്ഞും പറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരി സേഫ്റ്റിയുടെ കാര്യത്തിലാണെന്ന് പോലും കമ്പനി അത്രയും വലിയ ഒരു പ്രൊമോഷൻ 6 എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് 100% കൊടുക്കാം. സേഫ്റ്റി നമ്മുടെ ഇന്ത്യക്കാരോട് പൊതുവെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ഇന്ത്യക്കാർ വിചാരിച്ചേക്കുന്നത് മറ്റൊരു വണ്ടി തകർന്ന് കിടക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് പുറമെ ഒരു പാടും ഇല്ലാതിരിക്കുന്നതാണ് സേഫ്റ്റി എന്നാണ് ഇന്ത്യക്കാർ വിശ്വസിച്ചേക്കുന്നത്. ഈ അകത്തിരിക്കുന്ന ആൾക്കൊന്നും പറ്റാതിരിക്കുന്നതാണ് ശരിക്കുള്ള സേഫ്റ്റി. ഈ വണ്ടി ഇപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്താണെങ്കിലും വണ്ടിയുടെ ലൈറ്റ്സിന്റെ അവിടെ ചെറിയൊരു വാഷ് ചെയ്യാനുള്ള വാഷറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് ജിംനി വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ എന്ത് ഇപ്പം ഇത്രയും നാൾ യൂസ് ചെയ്തു, എന്താണ് എന്തെങ്കിലും നെഗറ്റീവ്സ് എന്തൊക്കെയാണ് വേറെ തോന്നിയിട്ടുള്ളത്? ഇപ്പം ഹൈറ്റ് ഉള്ളതുകൊണ്ട് പുറകിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പാടുണ്ട്. ഓക്കെ. തിരിച്ചവർ ഇറങ്ങുന്ന സമയത്ത് ആ സൈഡിൽ ഇത് നന്നായിട്ട് പോറിയിട്ടുണ്ടാവും. നമ്മുടെ ആ ഫൈബർ ബീഡിങ് ചെരുപ്പ് അകത്തെ ചവിട്ടിയിട്ട് അവർ ഇറങ്ങുന്നു. ഓക്കെ. ഞാനത് ചവിട്ടാതെ ആണുങ്ങൾക്ക് വണ്ടിയോടുള്ള ഇതറിയാമല്ലോ, അവരകത്തെ ചവിട്ടി ഇറങ്ങുന്നത് അതൊരു നല്ലൊരു ഡ്രോബാക്ക് ആണ്. ഓക്കെ. കാരണം എനിക്കത് കാണുമ്പോൾ ഭയങ്കര പക്ഷേ ഞാൻ പിന്നെ എവിടെയും പോയിട്ട് വന്ന ഉടനെ അത് തൂത്ത് പിന്നെ മറ്റേ നമ്മുടെ ഈ ഫൈബർ ക്ലിയർ ഒക്കെ അടിച്ചിട്ടാണ് ഞാൻ അതുപോലെ നോക്കുന്നത്. ശരിക്കും ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞു തന്നെ എടുത്ത വണ്ടി. അതായത് എൻ്റെ മനസ്സിലൊരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത വണ്ടി ഒരു ഹൈ എൻഡ് വണ്ടി, അതായത് നല്ലൊരു വണ്ടി, ബെൻസോ BM അങ്ങനെ ഏതെങ്കിലും അതിൽ തന്നെ സ്പോർട്സ് എഡിഷനിൽ നിൽക്കുന്ന വണ്ടി ഏതെങ്കിലും നല്ലത് എടുക്കണം. ആ സമയത്ത് ഇതിനെ ഫുൾ ഓഫ് റോഡിലേക്ക് മാറ്റി, അതായത് ഒരു മിനിമം 6 ഇഞ്ചൊക്കെ ഹൈറ്റ് ചെയ്ത് അതും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഹൈറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തൊരു സൂപ്പർ ഓഫ് റോഡറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൂട്ടി എടുത്തിട്ടിരിക്കുന്നതാണ്. അതായത് എനിക്ക് മനസ്സിലുള്ളൊരു വലിയ ആഗ്രഹം, എനിക്കൊരു 50-55 വയസ്സാകുമ്പോഴും ഇവൻ ഇങ്ങനെ ഗ്യാരേജിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഉണ്ടാവണം എന്ന് വെച്ചാൽ പണിത് അതുപോലെ ഓഫ് റോഡിങ് സ്പെക്കിലാക്കി ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഓക്കെ, അടിപൊളി. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വണ്ടി സ്നേഹി എന്ന നിലയ്ക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. ഏകദേശം 18 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മുടെ സുസുക്കിയുടെ ജിംനി സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ചിലവർ പറയുന്നു വാല്യൂ ഫോർ മണി അല്ല. അങ്ങനെ കമന്റ് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പം എന്നാന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വേറൊരു വണ്ടിയൊന്നും 25-30 വർഷം മുന്നോട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്താൽ 25-50 വർഷം പോകും. ഈ സാധനം സുസുക്കിയുടെ സാധനങ്ങളെല്ലാം പോകും. മാരുതി അല്ല, ഇത് സുസുക്കിയാണ്. സർവീസ് 2 സർവീസ് എത്രയൊക്കെ വെച്ച് ഫ്രീ സർവീസ് ആയിരുന്നു? 2 ഫ്രീ സർവീസാണ്. പിന്നെ ഇമാരി സർവീസിൽ ഒരു ഭയങ്കര തോന്നിയാസം കാണിച്ചത് അണ്ടർ ബോഡി കോട്ടിങ്ങും സാൻഡ് പ്രൊട്ടക്ഷനും സായി സർവീസിന് ഞാൻ ചെയ്തു. തിരിച്ചു കൊണ്ടുവന്ന് അമ്മമാർ വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഉണങ്ങിയിട്ട് ഇല്ല, നനഞ്ഞിരിക്കുക മൊത്തം. ചോദിച്ചാൽ പറഞ്ഞു ഇന്ന് വൈകിട്ട് കൊണ്ട് അങ്ങ് ഡ്രൈ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇപ്പം 4 മാസമായി, ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അയ്യോ. അപ്പോൾ ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യേണ്ട രീതി ഞാൻ ബാക്കി ചെയ്തോളാം, അപ്പോൾ വെറുതെ വിടുന്നില്ല. അയ്യോ. അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചാർജ് മാരുതി സുസുക്കിയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു അഫോർഡബിൾ പ്രൈസിങ്ങിലാണ് വരും. അല്ല ജിംനിയിൽ എപ്പോഴേലും കൂടുതലാണെന്ന് കൂട്ടുകാർ പറയുമോ അങ്ങനെ എന്തെങ്കിലും? ഗിരീഷേട്ടനൊക്കെ പറഞ്ഞേക്കുന്നത് നമ്മുടെ ഒരു എർട്ടിഗ സർവീസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന ക്യാഷ് ഇല്ലേ, അത്രേ ആകത്തുള്ളൂ, എമൗണ്ട് ആവും. ആ റേഞ്ചിൽ കൂടുതൽ ഒരിക്കലും വരികയില്ലെന്ന് അവരൊക്കെ പറഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം എന്താണ്? വണ്ടി വളരെ സൈലന്റ് ആയിരിക്കണം. പക്ഷെ അതുകൊണ്ട് തന്നെ ആ സൈലന്റ് ആവാൻ വേണ്ടി തന്നെ ടയർ മേടിച്ചിട്ടു അല്ലേ? അതുപോലെ തന്നെയുള്ള സംഭവമാണ് ഇതിന്റെ ക്യാബിൻ സൗണ്ട്, ഉള്ളിലിരിക്കുമ്പോൾ സൗണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? പുറത്തുനിന്നുള്ള വിൻഡോയ്സ് വളരെ കുറവാണ്. ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഡാമ്പ് ചെയ്ത് സ്പീക്കർ വെക്കുന്നേക്കാളും ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ നോർമൽ ഈ ഫുൾ എൻഡിൽ ഈ ഹൈ എൻഡിൽ വരുന്ന
സ്പീക്കർ സിസ്റ്റം അടിപൊളിയാണ്. ഞാനിതിൽ ലാപ്പ് കണക്ട് ചെയ്തിട്ട് മൂവി ഇതിനകത്തിരുന്ന് കാണും. സൗണ്ടൊക്കെ ഇങ്ങനെ കറങ്ങി വരും ഈ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോഴത്തേക്ക്. സൈഡിൽ നിന്നുള്ള സൗണ്ടൊന്നും അകത്ത് വരത്തില്ല, പക്ഷേ നമ്മൾ ഈ ക്വിക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് കയറും, സൈഡിൽ നിന്ന് നല്ല പ്രൂഫ്ഡാണ്. ഓക്കെ. ഈ ടയറിന്റെ ചിലവരുടെ ഇങ്ങനെ വണ്ടി പോകുന്ന ടയറിന്റെ സൗണ്ടൊക്കെ കിട്ടും. ഇപ്പം ടയർ ഇപ്പം മാറ്റിയല്ലോ, അപ്പം സൗണ്ട് ഒന്നും ഇപ്പൊ ഓക്കെ ആണോ? എല്ലാം ഇത് കോണ്ടിനെന്റൽ ക്രോസ് കോണ്ടാക്റ്റാ. ഇത് നിലവിലുള്ള 80 ടയറിലെ ഏറ്റവും സൗണ്ട് കുറഞ്ഞ മോഡൽ നോക്കി പിടിച്ച് ഇട്ടേക്കുന്നതാണ്. ഈ മാരുതിയുടെ വണ്ടികളെ, മാരുതിയല്ല സുസുക്കിയാണ്, എന്നാലും പപ്പട വണ്ടി എന്ന് പറയുന്നവരോടൊക്കെ പറയാം. ഇത് കണ്ടോ, നല്ല സുഖമായിട്ട് ഇതിൻ്റെ വേളയിൽ കയറി നിൽക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ 2025 ഒക്ടോബർ റിലീസ് ചെയ്ത വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അത് എത്ര അടിപൊളിയായിട്ടാണ് നമ്മുടെ ആൾ പറഞ്ഞു തന്നത്. അറിയാം, നാടിക്കാരെന്ന് പറഞ്ഞ ആൾക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉള്ള ആളും കൂടെയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടായി. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് പറഞ്ഞു തന്നതിന് നന്ദി പറയുകയാണ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണ ചാൻ.